ഇന്ന് ഭൂമിയിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണക്കാർ നേതാക്കന്മാരല്ല, പൊതുജനങ്ങൾ മാത്രമാണ്. ഒരു നാടിനെന്താണോ അത്യാവശ്യം അതേ നേതാക്കന്മാരോട് ആവശ്യപ്പെടാൻ പാടുള്ളൂ. ഒരു വീടിന് ഏറ്റവും ആവശ്യം വികസനമാണോ, അതായത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരു ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള സൗകര്യം ഉള്ളതോട് കൂടിയിട്ട് ഫ്രണ്ടിലെ ഡോറും ബാക്കിലെ ഡോറും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള സൗകര്യം ഫ്ലൈറ്റും നേതാക്കന്മാരുടെ തയ്യാറാക്കി തന്ന്, പക്ഷേ ആ വീടിൻ്റെ ഉള്ളിൽ ആവശ്യങ്ങൾ നടക്കുന്നില്ല, പട്ടിണിയാണ്. അപ്പോൾ ആദ്യം മെജോറിറ്റി കൊടുക്കേണ്ടത്, അപ്പോൾ ഏറ്റവും അത്യാവശ്യം വീട്ടുകാരുടെയും വീടിൻ്റെയും വ്യക്തികളുടെയും സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം. അതിനും വേണ്ടിയിട്ടാണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഡോറുകൾ പല വിധമായിട്ട് വെക്കുന്നത്. അത് തുറന്നിട്ട് കഴിഞ്ഞാൽ പലതും സംഭവിക്കും. ഫ്രണ്ട് ഡോർ അടച്ച് ബാക്ക് ഡോർ അടച്ചാലും ശരി, ബാക്കിയുള്ള ഡോറുകൾ അടക്കാതിരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത യാദൃശ്ചികമായിട്ട് ഇപ്പം കണ്ടെന്ന് വരും. അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ഡോർ തുറന്നിട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബാപ്പിയമ്മയും സെപ്പറേറ്റ് ആണെങ്കിലും ശരി, അതിൽ സെപ്പറേറ്റ് തന്നെ വേണ്ടത്. അവിടെ കൊണ്ടുപോയിട്ട് മക്കളവിടെ ബന്ധപ്പെടുത്താൻ പാടില്ല, അതിൽ കൂടെ അപകടമേ വരുള്ളൂ. അതുകൊണ്ട് ഓരോ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതകൾ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ നേതാക്കന്മാരുടെയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. എന്നതിന് ശേഷം അവിടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടുന്ന എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കുക. അതിൻ്റെ ശേഷം എടുത്താൽ പൊന്താത്ത രീതിയിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് മുതിരാൻ പാടുള്ളൂ. വികസനത്തിന് വേണ്ടി പെട്ടെന്ന് ധൃതി കൂട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ ജനങ്ങളെ ഊറ്റിയെടുത്ത് ടാക്സ് എടുത്ത് മനുഷ്യന് തിന്നാനും കുടിക്കാനും വരെ ഇല്ലാത്ത അവസ്ഥയിൽ വീട്ടുകാരാക്കിയെടുക്കുന്നൊരവസ്ഥ വരും. അപ്പം നാട്ടിൽ മുഴുവൻ മുസ്ലിങ്ങൾ ഒഴിവായി കൊടുത്താലും ശരി, ഹിന്ദുക്കൾ തമ്മിലും തല്ല് നടക്കും. ഇനി ഹിന്ദുക്കൾ മുഴുവൻ ഒഴിവായാലും തന്നെ മുസ്ലിങ്ങളും തമ്മിലും ഡോറില്ലാഞ്ഞാൽ തല്ല് നടക്കും. ആ ഡോർ അടക്കണം. ആ ഡോറിലേക്ക് എന്തെങ്കിലും അപകടം വരുന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തതയിൽ കൂടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തുക എന്നുള്ളത് നേതാക്കന്മാരെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. എന്ത് ചെറിയ പ്രശ്നമെങ്കിലും ശരി, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് നേതാക്കന്മാരെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതേ സ്ഥാനത്ത് വലിയ വലിയ പ്രശ്നങ്ങളിലും പോലും നേതാക്കന്മാർ ഇടപെടുന്നില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, 1 സുരക്ഷ, 2 ആവശ്യപൂർത്തീകരണം, 3 വികസനം. ഇന്ന് ഏകദേശം പാവപ്പെട്ട പൊതുജനങ്ങളുടെ സമ്പത്ത് 80% ഏകദേശം സുമാറ് സർക്കാർ ജീവനക്കാർ മാത്രം ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായ രീതിയിലുള്ള സർക്കാർ സംവിധാനം ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഈ സർക്കാർ ജോലിക്കാർ ചെയ്തത്. വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. ഇവിടെപ്പെട്ട പാവപ്പെട്ട വിധവകളുടെയും യത്തീമക്കളുടെയും അനാഥരായി കിടക്കുന്ന പല ആളുകളുടെയും സമ്പത്ത് ടാക്സ് വഴി ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചൂഷണത്തിന് അനുവദിച്ചുകൂടാ. വോട്ട് പീരീഡ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് നേതാക്കന്മാരിൽ കൊള്ള ചെയ്ത് സമ്പാദിച്ചു വെച്ച സമ്പത്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിലനിൽക്കുന്നത്. ഒരിക്കലും അവർക്ക് അർഹതപ്പെട്ടതിനനുസരിച്ചല്ല അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാ. ഒരു സർക്കിൾ ഏരിയയിൽ ഏകദേശം ഒരു 50 പോലീസുകാരുണ്ട്. അതേ സ്ഥാനത്ത് ഏകദേശം 2000 മാഷന്മാർ ടീച്ചർമാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ഇവരിലേക്ക് മാത്രം സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതപഠനം സ്വകാര്യവൽക്കരിച്ചതുപോലെ തന്നെ അത് പ്രൈവറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ കുറഞ്ഞ ശമ്പളം കൊണ്ട് കാര്യങ്ങൾ വൃത്തിയിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സ്വകാര്യ വ്യക്തികൾ കൂടെ അത് നടത്താൻ കഴിയുന്ന കാര്യമാണ്. മതം ആ വിഷയത്തിൽ ആ രീതിയിൽ തന്നെ പോകുന്നുള്ളൂ. അതോടെ വിദ്യാഭ്യാസം ആ രീതിയിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ എന്തായി തീരും? ഇന്ന് 18% ടാക്സ് പിടിക്കുകയാണ്. 16 റുപ്യേൻ്റെ സാധനം വാങ്ങുമ്പോൾ 1800 റുപ്യ സർക്കാർ വലിച്ചെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്നുള്ളത് വ്യക്തിപരമായ ആവശ്യമാണ്. വ്യക്തിപരമായിട്ട് സമ്പത്ത് കൊടുത്ത് പഠിക്കുമ്പോൾ ആ പഠനത്തിനും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ തന്നെ കുട്ടി എത്തേണ്ട സ്ഥാനത്തേക്ക് എത്താൻ ആ രീതിയിൽ സമ്പത്ത് ചിലവഴിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആവും. പിന്നെ അതിന് കൗൺസിലിംഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ വിഷയം പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഒരു കുടുംബത്തിന് ഒരു മാസത്തിൽ 30,000 റുപ്യ ചിലവ് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5,000 രൂപ സർക്കാർ ഊറ്റിയെടുത്ത്, ഈ സർക്കാർ ഊറ്റിയെടുത്തതിന് ഏകദേശം ഒരു 3,500 റുപ്യ സുമാറ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഓരോ വീട്ടുകാരും ഒരു 1,000 റുപ്യ ആ വിഷയത്തിൽ വ്യക്തിപരമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ ഹൈ ടോപ്പായിട്ട് എഡ്യൂക്കേറ്റഡ് സംവിധാനം മുന്നോട്ട് പോകും. ഇതിന് ലോകത്ത് പല മാർഗങ്ങളുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ സർക്കാർ ജോലിക്കാരെയും അവിടെ കുടുംബത്തിൻ്റെയും വോട്ടവകാശം നിർത്തലാക്കുക. അപ്പോൾ ന്യായമായ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാവും. ഇന്ന് ഗവൺമെൻറ് ജോലിക്കാർക്ക് സമ്പത്ത് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തതിൻ്റെ മുകളിൽ പല ഷെയർ മാർക്കറ്റിലും കൊണ്ടുപോയിട്ട് വലിയ വലിയ അവസ്ഥകൾ സമൂഹത്തിൽ കണ്ടുകൊടുക്കുന്നുണ്ടല്ലോ.
വരാൻ പോകുന്ന അപകടം എന്താണെന്നുള്ളത് പൊതുജനങ്ങൾ മണത്തറിയാം. കാരണം 28% ടാക്സ് ഇന്ന് വരെ കൈപ്പറ്റിയതിൻ്റെ പേരിൽ തന്നെ കോടിക്കണക്കിന് ഗജാമിൽ പൈസക്ക് ഷോർട്ട് ഉണ്ടെങ്കിൽ അത് 18% ആക്കി കഴിഞ്ഞ് വരുന്ന ബാധ്യതകളിലൂടെ സമ്പത്ത് ചെലവിക്കുന്ന വിഷയത്തിൽ സർക്കാർ സൂക്ഷ്മത വരുത്തിയിട്ടില്ല. എത്ര വലിയ കോടി കടത്തിലേക്കാണ് സർക്കാർ വരിക എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം പലിശ സർക്കാർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിക്കണം. നന്ന് ഇതുവരെ ഒരു കുടുംബത്തിലേക്ക് 30,000 റുപ്യ ചിലവാക്കുന്ന ഒരാളിൽ നിന്നും സർക്കാർ 16 റുപ്യ സുമാർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലോകത്ത് പൊതുജനം ശ്രമിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം വീണ്ടും ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടന്നാൽ പോരാ, ജനാധിപത്യ രീതിയിലുള്ള വ്യവസ്ഥ നാട്ടിൽ നടപ്പാവണം. ജനാധിപത്യം എന്നുള്ളതിൻ്റെ ഉദ്ദേശം അവനവൻ്റെ വിശ്വാസവും സ്ഥാനങ്ങളിൽ 100% സ്വതന്ത്രരാക്കി കൊടുക്കുക. അതിൽ മറ്റൊരാൾക്ക് കടന്നാക്രമണം ചെയ്യാനുള്ള ഒരവസ്ഥയും നൽകരുത്. ഒരു ഹിന്ദുവിന് പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് ഇടപെട്ട് പരിഹാരം കാണാനും മുന്നിലേക്ക് ഇറങ്ങേണ്ടത് മുസ്ലിങ്ങളാണ്. ഒരു മുസ്ലിമിന് പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങേണ്ടത് അമുസ്ലിങ്ങളാണ്. സംഘികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഭരണാധികാരികളും അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒരുമിച്ച് വേണം ആ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ. മറിച്ചും ഇതേ സിസ്റ്റം തന്നെയാണ്. ഇതിൻ്റെ പേരാണ് ജനാധിപത്യം. ഈ വ്യവസ്ഥയാണ് ലോകത്തിന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് അമുസ്ലിമായ ഗാന്ധി പോലും ഉമർ റളിയല്ലാഹു ചൂണ്ടിയിട്ട് മാറി എത്ര നല്ല ഭരണം, വിശ്വാസപരമായിട്ട് ഞാൻ യോജിപ്പില്ലെങ്കിലും പൊളിറ്റിക്കൽ വിഷയത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇതാണ് പ്രവാചകൻ്റെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ട്. ചരിത്രം പൊതുജനങ്ങളെ പഠിപ്പിക്കണം.